ബാത്റൂമിൽ കയറാൻ ഒരാൾക്ക് 5 രൂപ 10 രൂപ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. യൂറിനിലേക്ക് 5 രൂപ, അതുപോലെ ബാത്റൂം പോകുന്നുണ്ടെങ്കിൽ 10 രൂപ വെച്ച് എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ അവസ്ഥയില്ല, ഇങ്ങോട്ട് ഭയങ്കര നാറ്റത്ത് നിൽക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ വേസ്റ്റ് വെള്ളം എല്ലാം പോകുന്നത് ഈ ബസ് സ്റ്റാൻഡ് ഉള്ളിൽ, നമ്മളെ ഈ ബസ് സ്റ്റാൻഡ് കാണുന്നില്ല, ഈ സൈഡിലേക്കാണ് ഇതിന്റെ വേസ്റ്റിന്റെ വെള്ളം പോകുന്നില്ല. നമ്മൾ ഈ പഞ്ചായത്ത് അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് സംവിധാനം ആക്കി തരണം. എന്തെങ്കിലും ആയർ പോകുന്ന ബസ്സിനെല്ലാം ആൾക്കാർ നിൽക്കുന്നില്ല ഈ ഏരിയയിൽ. ഇതാ അപ്പൊ വീടെല്ലാം നോക്കിയാൽ ഫുള്ള് കച്ചരയും അതുപോലെ ഈ ബാത്റൂമിന്റെ വെള്ളം എല്ലാം വരുന്നില്ല ഈ ഏരിയ. ഇപ്പോൾ ടൗണില് നമ്മുടെ കണ്ടക്ടറും ഡ്രೈವರ್മാരുണ്ട്. ಜಸ್ಟ್ ಅವರ ಅಭಿಪ್ರಾಯ ചോദിക്കാം. ಬಾ ನಮಸ್ತೆ ಅಣ್ಣ. ನಮಸ್ತೆ, ಹೇಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದೆ. ಮತ್ತೆ ಉಪ್ಪಳ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಅಲ್ಲಿ ಭಯಂಕರ ಸ್ಮೆಲ್ ಅಂತ ಹೇಳಿ ಬಾತ್ರೂಮ್ ಇದು, ಅದರ ಬಗ್ಗೆ ನಿಮ್ಗೆ ಏನು ಹೇಳಲಿಕ್ಕೆ? ಇಲ್ಲಿ ಅಂದ್ರೆ ಬಸ್ಸಿನ ಪ್ಯಾಸೆಂಜರಿಗೆ ನಮಗೆ ಎಲ್ಲ ತೊಂದರೆ. ಯಾಕಂದ್ರೆ ಇಲ್ಲಿ ಬಂದು ಅರ್ಧ ಗಂಟೆ ಮುಕ್ಕಾಲು ಗಂಟೆ ಕಾಯುವವರು ಇದ್ದಾರೆ ಪ್ಯಾಸೆಂಜರ್ನವರು. ಆದ್ರೆ ಅಲ್ಲಿ ನಿಂತು ಆ ಸ್ಮೆಲ್ ಎಲ್ಲ ಬರ್ತಾ ಇದೆ. ಇದನ್ನು ಪಂಚಾಯತಿಯವರು ಸರಿ ಮಾಡಬೇಕಾದ್ದು. ಆದ್ರೆ ಇಲ್ಲಿ ನೋಡಿ ಈ ವ್ಯವಸ್ಥೆ ನೋಡಿ, ಇದರ ಮೇಲೆ ನಿಂತು ಅವರು ಮೇಲೆ ಕೆಳಗೆ ബസ്സിಗೆ ಹತ್ತುವುದು. നമ്മളെ ഉപ്പള ബസ് സ്റ്റാൻഡ് ബാത്റൂം കുറിച്ച് എന്ത് പറയാളെനിക്ക്? സ്കൂൾ ആൾക്കാർ വന്നിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട്, ബസ്സിന് വെയിറ്റ് ആക്കുന്നുണ്ട്. ഇവിടെ ബാത്റൂമിന്റെ സ്മെല്ല് അടിച്ചിട്ട് നിക്കാൻ കഴിയുന്നില്ല. നിക്കാനില്ലെങ്കിൽ ബസ് 15 മിനിറ്റ് വെയിറ്റ് ആക്കുമ്പോ ഇവിടെ ഫുൾ സ്മെല്ലെല്ലാം അടിച്ചിട്ട് ഭയങ്കര ഇതാണ്, ശല്യാണ് നമുക്ക്. സുഖല്ല. നമ്മളെ ഈ ബാത്റൂമിനെ കുറിച്ച് എന്ത് പറയാ? ഇവിടെ ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കച്ചവടത്തിന് ബാധിക്കുന്നുണ്ട് ഇവിടെ? ബാധിക്കുന്നതിന് ഞാൻ രാവിലെ വരുന്നു 8:30 മണിക്ക്, രാത്രി 8 മണിക്ക് കൂട്ടിയിട്ട് പോന്നു. അതിനിടയ്ക്ക് മേഖലയും തലവേദന ഉണ്ട് എനിക്ക്. അങ്ങനെ ഇതിന്റെ സ്മെല്ല് കൊണ്ട് ഇപ്പോൾ തലവേദന മാറാത്ത നൈറ്റ് മാറി നിൽക്കാൻ പറ്റും. ഇപ്പൊ ബസ്സിന് വെയിറ്റ് ആയിക്കോള, ബാത്റൂം സ്മെല്ല് കൊണ്ട് നിക്കാൻ പറ്റുന്നില്ല. ടൗണില് ബാത്റൂം കയറിയിട്ടാകുമ്പോ നാട്ടവിടെ എല്ലാവരും അഭിപ്രായം ചോദിച്ചാകുമ്പോ എല്ലാവരും പറയുന്നത് സ്മെല്ല് കൊണ്ടിട്ട് നിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ പറയുന്നുള്ളത് മംഗൽപാടി അധികാരികൾ അത് കാണുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പട്ടി ബാത്റൂം ക്ലീൻ ആക്കാൻ സംവിധാനം ആക്കി കൊടുക്കുക. അപ്പൊ ഇവിടുത്തെ അടുത്ത പണിക്കാർ പറയുന്നില്ലെങ്കിൽ ഈ ബാത്റൂമിന്റെ ഇത് വെള്ളത്തിന്റെ പൈസ ആയാലും പിന്നെ അടുത്ത ക്ലീനിങ്ങിന്റെ പൈസ ആയാലും എല്ലാം നമ്മളെ കണ്ടിട്ട് കയ്യിൽ പോകുന്ന പഞ്ചായത്തിന്റെ 1 രൂപ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ ബാത്റൂമിന്റെ പൈസ വാങ്ങിയിട്ട് ക്ലീൻ വെക്കാത്ത ഉണ്ടെങ്കിൽ ഇല്ല, ഉപ്പള ടൗണിൽ ബാത്റൂം ഇല്ല. എല്ലാം ഇത്ര ദിവസം എല്ലാവരും പള്ളിക്കും അതുപോലെ ഹോട്ടലിൽ പോയിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ട്, ബാത്റൂമിൽ പോകുന്നുണ്ട്. പബ്ലിക് ബാത്റൂം ആക്കിയിട്ട് പൈസ മേങ്ങുന്നുണ്ട്, ക്ലീനും ഇല്ല, സ്മെല്ലും ആർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ബാത്റൂമിന്റെ വെള്ളം എല്ലാം റോഡിലേക്ക് പോകുന്നുണ്ട്. ഈ കൊതുന്റെ ശല്യം എല്ലാം ഉണ്ടാകുമ്പോ ഈ പഞ്ചായത്ത് അധികാരികൾ ഇത് കണ്ണ് തുറക്കണോ? ഇതല്ലെങ്കിൽ ഈ വീഡിയോ എന്റെ കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലീൻ ആക്കാൻ സംവിധാനം ആക്കി കൊടുക്കണോ?